ഒരു വയനാടൻ ഫ്ലാഷ് ബാക്ക് ആയാലോ? ഞാൻ വയനാട് ജോലി ചെയ്തപ്പോൾ കാവുമെന്ന സ്ഥലത്ത് താമസിക്കുകയാണ്. രാവിലെ 6 മണിക്ക് ഞാൻ പ്രഭാതകർമ്മങ്ങൾ കഴിഞ്ഞ് കാവുമന്നത്തുള്ള ചെറിയ പെട്ടിക്കടയിലേക്ക് ചായ കുടിക്കാൻ പോവുകയാണ്. ചായക്കടയുടെ അവിടെ 6-6:30 ആയപ്പോൾ മഞ്ഞ് പൊഴിയുന്നുള്ള സമയമാണ്. നേരം വെളുത്തിട്ടില്ല, ഈ വലിയ വെളിച്ചമൊന്നും വന്നിട്ടില്ല. ചായക്കടയുടെ തിണ്ണയിൽ നിൽക്കുമ്പോൾ ചെറുപ്പക്കാരനായ ചായക്കടക്കാരൻ പയ്യൻ എനിക്കുള്ള ചായ അയാൾ റെഡിയാക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു ബൈക്കിൽ ഒരു കൊട്ടയിൽ മൂടിക്കെട്ടിയ പലകാരമായിട്ട് ഒരു 10-20 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനെത്തി. അയാളൊരു കോട്ടും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അയാൾ കൊണ്ടുവന്നത് വയനാടൻ പലഹാരമായ കൽത്തപ്പമാണ്. ആ കൽത്തപ്പം വീട്ടിൽ നിന്നുണ്ടാക്കി ആ പയ്യൻ ബൈക്കിൽ കൊണ്ടുവന്ന് ഈ ചായക്കടകളിൽ എത്തിക്കുകയാണ്. പല ചായക്കടകളിൽ എത്തിക്കുകയാണ് അയാളുടെ ജോലി. ചായക്കടയിൽ കൊണ്ടുവന്ന് അലമാരയിൽ കൽത്തപ്പം അടുക്കി വച്ച ശേഷം ആ പയ്യൻ ബൈക്കിൽ പോകുന്നു. ഈ ഒരു കൽത്തപ്പവും ചായയും കുടിച്ച ശേഷം ഞാൻ ആനുകാലികമായ പേപ്പറൊന്ന് ഓടിച്ചു നോക്കി. അന്നത്തെ വാർത്തകളൊക്കെ ഞാൻ വായിച്ച ശേഷം പേപ്പർ മടക്കി കടയിൽ വച്ച ശേഷം അവിടെ ഇങ്ങനെ നിന്നപ്പോൾ പ്രൈവറ്റ് ബസ്സുകൾ ഓട്ടം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ജീപ്പുകൾ വന്ന് നിൽക്കുന്നു. തേയില എസ്റ്റേറ്റിലും കാപ്പി തോട്ടത്തിലേക്കുമുള്ള തൊഴിലാളികൾ, സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ അവിടെ അതിലേക്ക് കയറുന്നു. അവർ തേയിലത്തോട്ടത്തിൽ കൊളുന്തെല്ലാം പോകുന്നവരും കാപ്പിത്തോട്ടത്തിൽ എസ്റ്റേറ്റിൽ കാപ്പിക്കുരു പറിക്കാൻ പോകുന്നവരുമാണ്. അവർ രാവിലെ ചായയൊക്കെ കുടിച്ച് ഇതിലേക്ക് കയറുകയാണ്. അവർ മുറുക്കാനും പുകയിലയും പാക്കും ഒക്കെ കരുതിയിട്ടുണ്ട്. അവർ ഈ ജീപ്പിൽ കയറി തോട്ടങ്ങളിലേക്ക് പോകുന്ന കാഴ്ചയാണ് രാവിലെ കാണുന്നത്. മഞ്ഞ് പൊഴിയുന്നുണ്ട്, വെട്ടം വരുന്നേ ഉള്ളൂ. ബസ്സുകൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. പ്രൈവറ്റ് ബസ്സുകൾ കൽപ്പറ്റയിൽ നിന്നും കാവുമന്നം വഴി വരുന്ന തരിയോടി വഴി കാവുമന്നം വഴി പടിഞ്ഞാറത്തറയിലേക്ക് പോകുന്ന ബസ്സുകളുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. യാത്രക്കാർ കുറവാണ്, എങ്കിലും ബസ്സുകൾ യാത്ര ആരംഭിച്ചിട്ടുണ്ട് രാവിലെ തന്നെ. കാവുമന്നം എന്ന് പറയുന്ന ഒരു ചെറിയ ബസ് സ്റ്റോപ്പും ബസ് നിൽക്കുന്ന സ്ഥലവും കുറേ ആൾക്കാർ, കുറേ സർക്കാർ ഓഫീസുകളും കടകളും ഉള്ളൊരു പ്രദേശമാണ്. കുറച്ച് ജനത്തിരക്കുണ്ടെന്നേ ഉള്ളൂ അവിടെ. ഹോട്ടലുകളൊക്കെ കുറവാണ്, ചെറിയ പെട്ടിക്കട മോഡലുള്ള ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ. ഇതാണ് ഒരു വയനാടൻ ഫ്ലാഷ് ബാക്കിലൂടെ ഞാനിപ്പോൾ പറഞ്ഞത്.